ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഇതാ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ വറുത്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇതുപോലെ വറുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇനി 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച ആ സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സാക്കി അരമണിക്കൂർ മാറ്റി വെക്കാവുന്നതാണ്. ഇനി അരമണിക്കൂറിന് ശേഷം ഒരു കടായി ചൂടായതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ആ വെളിച്ചെണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു 2 ഏലക്ക, 1 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കെല്ലാം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി ഇതാ 20 മിനിറ്റിന് ശേഷം ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റിയായ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.